സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 4 നാൾ മാത്രം. പരസ്യപ്രചാരണം ചൊവ്വാഴ്ച അവസാനിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കോഴിക്കോടും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തൃശൂരിലും പ്രചാരണം നടത്തും. കണ്ണൂരിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രചാരണം. LDF-നും UDF-നുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്ന് നേതൃത്വം മറുപടി പറയും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ കോൺഗ്രസിനെതിരെയും ആഞ്ഞടിക്കുന്ന പ്രസംഗമാണ് ഇന്നലെ തിരുവല്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. LDF സർക്കാരിൻ്റെ കാലത്താണ് ഈ കൊള്ള നടന്നത്, അവരാണ് മറുപടി പറയേണ്ടത്. ഒപ്പം തന്നെ ഇതിന്റെ ചരടുകൾ നീളുന്നത് മറ്റു ചിലരിലേക്കാണ് എന്ന സന്ദേശം കൂടി, അത്തരമൊരു ആരോപണം കൂടിയാണ് ഇന്നലെ പ്രധാനമന്ത്രി നൽകിയത്. ഇന്ന് കണ്ണൂരിൽ സ്വന്തം ജില്ലയിൽ സ്വന്തം മണ്ഡലത്തിൽ പര്യടനം തുടരുന്ന മുഖ്യമന്ത്രി എന്തായാലും ഇരുവർക്കും, രാഹുലിനും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ഇന്ന് എന്ത് മറുപടി പറയും എന്നുള്ളതാണ് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതെ അനിൽ, അത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വളരെ രൂക്ഷമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ LDF-നെയും വിമർശിച്ചത്. LDF എന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതാകുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഇതിനെല്ലാം എതിരെ ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകുമെന്നാണ് കരുതുന്നത്. ഇന്ന് കണ്ണൂരിലെ ധർമ്മടത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം. കഴിഞ്ഞ ദിവസവും അദ്ദേഹം അവിടെ തന്നെയായിരുന്നു പര്യടനം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലമാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ പര്യടനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ എന്തായാലും പ്രചരണം ശക്തമാക്കുകയാണ്. ഈ പല ഇടങ്ങളിലും അദ്ദേഹത്തിന് പരിപാടികളുണ്ട്. അവിടെ എവിടെയെങ്കിലും എല്ലാം ഇക്കാര്യത്തിൽ കൂടുതൽ വിമർശനത്തിന് മറുപടി നൽകുമെന്നാണ് കരുതുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ പര്യടനം ഊർജ്ജമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഈ പര്യടനം നടത്തുമ്പോഴും പറഞ്ഞിരുന്നത് ഈ സർക്കാരിന്റെയും LDF മുന്നണിയുടെയും നേട്ടങ്ങളെ കുറിച്ചായിരുന്നു. ആ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ധർമ്മടത്തും അദ്ദേഹം പ്രചരണം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പരിപാടികളിലെല്ലാം പ്രമുഖരായിട്ടുള്ള നിരവധി പേർ പങ്കെടുത്തിരുന്നു. ഈ ദിവസങ്ങളിലും അത്തരത്തിലുള്ള ആളുകൾ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പര്യടനം തുടരുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധിക്കും പ്രധാനമന്ത്രിക്കും എതിരെ ഉള്ള മറുപടിയെല്ലാം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് പ്രചാരണങ്ങളെല്ലാം കടക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിന്റെ മറ്റു വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ചേരുകയാണ്. ജിബിൻ, എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ചൂടിന്റെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത്? ഇന്നലെ മോദി എഫക്റ്റിൽ അണികളെല്ലാം തന്നെ ആവശ്യത്തിലായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി സംസ്ഥാനത്ത് 4 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടെയാണ് NDA ക്യാമ്പിനും അതുപോലെ UDF ക്യാമ്പിനും ആവേശം പകർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസ്ഥാനത്തെത്തിയത്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന സമയത്ത് BJPക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട LDF-നെതിരെ BJP ഒരു വാക്കുപോലും ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല. പ്രധാനമന്ത്രി പോലും കേരളത്തിലെത്തിയ സമയത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് LDF-നെ BJP കടന്നാക്രമിക്കുന്ന സമീപനാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് എത്തി. ഇതിനുള്ള മറുപടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗമെന്ന് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട LDF-ഉം UDF-ഉം ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ. അതായത് LDF ആണ് ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയെങ്കിൽ ഇതിന്റെ ആസൂത്രണം അല്ലെങ്കിൽ ഇതിന്റെ ചരട് നീക്കങ്ങളൊക്കെ ആരംഭിച്ചത് UDF-ന്റെ കാലത്താണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അതിനുശേഷമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ 2 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന റോഡ് ഷോ, കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള റോഡ് ഷോ സമീപകാലത്തൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റോഡ് ഷോയായി മാറുകയായിരുന്നു. ഏകദേശം 50,000-ഓളം ആളുകളെ എത്തിക്കുമെന്നാണ് BJP ജില്ലാ കമ്മിറ്റി പറഞ്ഞിരുന്നത്. പക്ഷേ ഏകദേശം 50,000-ഓളം ആൾക്കാരെ അവർക്ക് തിരുവനന്തപുരത്ത് നടന്ന റോഡ് ഷോയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ BJPയുടെ ഒരു വിജയമായി കണക്കാക്കപ്പെടുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി എത്തിയിരുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. കാരണം നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തന്നെ പല കേന്ദ്ര ഏജൻസികളും പല പ്രതിപക്ഷ നേതാക്കളെ കടന്നാക്രമിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വേട്ടയാടുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെയും ഒരു കേസിൽ പോലും ചോദ്യം ചെയ്യാൻ ഒരു കേന്ദ്ര ഏജൻസി പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പല കേസുകളും ഇപ്പോൾ ED-യുടെ പക്കലുണ്ട്. ഈ കേസുകളിലൊന്നും തന്നെ ചോദ്യം ചെയ്യലോ തുടർ നടപടികളോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ആരോപിച്ചത്. ഇതിനുള്ള മറുപടിയും വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി. എന്തായാലും ഇന്ന് ഈ കാര്യങ്ങൾ, അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് മറുപടിയാണ് പറയുന്നതെന്നാണ് ഇന്ന് ഉറ്റുനോക്കുന്നത്. മാത്രമല്ല CPM-ന്റെ കൂടി ഇന്ന് CPM-ന്റെ ദേശീയ
ദേശീയ സെക്രട്ടറി MA ബേബി കൂടി തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തിന്റെ പല മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, വാമനപുരം പോലെയുള്ള മണ്ഡലങ്ങളിൽ കൂടി ഇന്ന് MA ബേബി ഇത് എത്തുന്നുണ്ട്. അങ്ങനെ ഈ 4 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ 3 മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീൽ ആരോപണത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ പോരാട്ടം ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കും മറ്റ് വിവാദങ്ങളിലേക്കും അതുപോലെ വയനാട് ഫണ്ട് വിവാദങ്ങളിലേക്കും ഒക്കെ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വെറും 4 ദിവസം മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പിലേക്കുള്ളത്. അത് പരസ്യ പ്രചാരണത്തിന് 2 ദിവസം മാത്രമാണ് ബാക്കി. ആ സമയത്തും തിരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തന്നെ സജീവമായി തുടരുകയാണ്. അനിൽ സൂര്യ. ജിബിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പറഞ്ഞതുപോലെ തന്നെ മോദിയുടെ റോഡ് ഷോ, സ്വർണ്ണക്കൊള്ള, ഒപ്പം തന്നെ ഡീല്, SDPI, അങ്ങനെ തെരഞ്ഞെടുപ്പിൽ സമീപകാലത്തെ ഏറ്റവും ചൂടുപിടിപ്പിച്ചുള്ള വിവാദങ്ങളാൽ സംഭവബഹലമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പുരോഗമിക്കുന്നത്. അതിന്റെ ഒരു കൊട്ടിക്കലാശം ഇനി എങ്ങനെയുണ്ട് എന്നുകൂടിയാണ് അറിയാനുള്ളത്. അവസാനം 2 ദിവസം മാത്രമേ ബാക്കി. ആ 2 ദിവസത്തിൽ ഒന്നുകൂടി കടുപ്പിക്കുന്ന ആരോപണങ്ങൾ, വയനാട് ഫണ്ടിന്റെ കാര്യം വിട്ടുപോയതല്ല, അതും കൂടിയുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കി മറുപടികൾ, പ്രതികരണങ്ങൾ കൂടി ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇനി മധ്യ കേരളത്തിലേക്കാണ്. മധ്യ കേരളത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധിയൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഇന്ന് എത്തുന്നുണ്ട്. രാഹുലിന്റെ പ്രചാരണം ഇന്ന് തൃശ്ശൂരിലാണ്. ഒപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെ ഇടുക്കിയിലും എത്തുന്നുണ്ട്. വിപിൻ സി വിജയനുണ്ട്. വിപിൻ, തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ്, വിപിൻ തന്നെയാണ് അവിടെ എത്തി മോദിയുടെ റോഡ് ഷോ റിപ്പോർട്ട് ചെയ്തത്. വലിയ രീതിയിലുള്ള ആവേശമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. തൃശ്ശൂര് BJP പ്രതീക്ഷ വെക്കുന്നത് പോലെ തന്നെയാണ് കോൺഗ്രസും വലിയൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. ഒരു കാലത്ത് അവരുടെ ഏറ്റവും ശക്തമായിരുന്ന ഒരു ജില്ലയായിരുന്നു. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ തിരിച്ചടി നേരിട്ടു. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എത്തുമ്പോൾ എന്തായാലും വലിയൊരു ആവേശമായിരിക്കും. അപ്പം തന്നെ ഇടുക്കിയിൽ രാഹുൽ ഇന്നലെ വന്നുപോയതേ ഉള്ളൂ. പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ കൂടി എത്തുകയാണ്. തീർച്ചയായിട്ടും അനിൽ, UDF ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് മധ്യ കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് കൂടുതലായും മധ്യ കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി എറണാകുളത്തുണ്ടായിരുന്നു. എറണാകുളത്തെ വിവിധ പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത് അത് സ്വർണ്ണക്കൊള്ള തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടാവുന്നത്. അതും മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം. അതിൽ പറയുന്നത് മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാടിനെ മാറ്റുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം വലതുപക്ഷത്തിന്റെ കയ്യിലെ കളിപ്പാവയായി എന്നുവരെ രാഹുൽ ഗാന്ധി പറയുന്നു. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ള മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അതിവിടെ BJPയും CPMഉം തമ്മിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് വിവിധ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ കണ്ട ഒരു സവിശേഷമായിട്ടുള്ള കാര്യമാണ്. കാരണം കേന്ദ്രത്തെ മാത്രമല്ല, കേരളത്തിൽ എങ്ങനെയൊക്കെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നു, അതൊരു കൂട്ട ഉത്തരവാദിത്തമാണ്, ഒരു പാർട്ട്ണർഷിപ്പ് അവർ നടത്തുന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള സംസാരം വരുന്നത്. ഇന്നിപ്പോൾ തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് UDFന്റെ കോട്ട എന്നൊക്കെ പറയാവുന്ന തൃശ്ശൂർ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് BJPയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി A ക്ലാസ് മണ്ഡലമായി കരുതി അവിടെ എത്തുകയും പ്രചാരണം നടത്തുകയും ചെയ്യുന്നു. ഇന്ന് അദ്ദേഹത്തിന് എന്ത് മറുപടി തൃശ്ശൂരിൽ രാഹുൽ ഗാന്ധി പറയും എന്നുള്ളതും നോക്കേണ്ട ഒരു കാര്യമാണ്. തൊടുപുഴയിലാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ എത്തുന്നത്. തൊടുപുഴയിലും അവർ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇന്നിപ്പോൾ 2020യുടെ മണ്ഡലം അവർക്ക് സ്വാധീനമുള്ള കുന്നത്തുനാടിൽ അമിത്ഷാ കൂടി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് കൂട്ടത്തോടെ കേരളത്തിലേക്ക് എത്തുന്നു. അവരുടെ പ്രചാരണ തന്ത്രങ്ങളെല്ലാം പുറത്തെടുക്കുന്നു. ഇനിയുള്ള 2 ദിവസങ്ങളിൽ പരമാവധി നേതാക്കളെ എത്തുകയും ഉന്നയിക്കുന്ന വിഷയങ്ങൾ കുറച്ചുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സംഭരിക്കാനുള്ള ഒരു ശ്രമം എല്ലാ മുന്നണികളുടെയും ഭാഗത്തുണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കളരിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാഴ്ച. അനിൽ. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിക്കുമ്പോൾ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ ഒക്കെ തന്നെ ഇറക്കി 3 മുന്നണികളും കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. രാഹുൽ ഗാന്ധിയുണ്ട്, അമിത്ഷായുണ്ട്, ഒപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ക്യാമ്പയിനേഴ്സ് ഒക്കെ തന്നെയുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടാണ് ഇടത് മുന്നണിയുടെ പ്രചാരണം നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജില്ലാ പര്യടനങ്ങൾ പൂർത്തിയായി. അദ്ദേഹം മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് മോദിക്കും ഒപ്പം തന്നെ രാഹുലിനെതിരായ മറുപടികളുമായിരിക്കും. അനിൽ, എന്തൊക്കെയാണെങ്കിലും വികസനം മുന്നിൽ കണ്ട് അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും വിശദീകരിച്ച് അല്ലെങ്കിൽ അവയെല്ലാം നോക്കിയായിരിക്കും ജനം വിധി എഴുതുക. ഏതായാലും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.